കടൽ വഴിയും കരവഴിയും ആകാശം വഴിയും ഒക്കെ വരുന്നുണ്ട് ഈ മയക്കുമരുന്ന് മാഫിയ. അവരെ നമുക്ക് റിയൽ ലൈഫിൽ തടഞ്ഞു നിർത്താൻ ഖുറേഷി അബ്രഹാം സയ്യിദ് മസൂദ് ഒന്നുമില്ല. അതൊക്കെ സിനിമയിലേ ഉള്ളൂ. ഇപ്പൊ ഇവിടെയുള്ളത് പിണറായി വിജയനും ഷെയ്ഖ് ദർവേഷ് സാഹിബും ഒക്കെയാണ്. നമ്മുടെ സിസ്റ്റമാണ്, നമ്മുടെ സംവിധാനമാണ്, നമ്മുടെ മെഷീനറിയാണ്. അപ്പോൾ അവരെത്ര ആക്ട് ചെയ്യുന്നുണ്ട്. ഇതൊരു വളരെ പ്രധാനപ്പെട്ട ഒരു ക്രൂഷ്യൽ ആയിട്ടുള്ള ഒരു പോയിന്റാണ്. നമ്മൾ 5 കൊല്ലം മുമ്പുള്ള നിലയിൽ ഇപ്പൊ ചിന്തിക്കാൻ പറ്റില്ല, 10 കൊല്ലം മുമ്പുള്ള നിലയിൽ ഒട്ടുമേ ചിന്തിക്കാൻ പറ്റാത്ത സാഹചര്യമാണ്. അപ്പോൾ എൻഫോഴ്സ്മെന്റിനെ കുറിച്ച് ചിന്തിക്കുമ്പോൾ ഇത് മതിയോ എന്നൊരു ആത്മപരിശോധന നടത്തണ്ടേ? അല്ല, എൻഫോഴ്സ്മെൻറ്റ് ഇപ്പോൾ നമ്മുടെ രാജ്യത്തെ മറ്റ് സംസ്ഥാനങ്ങളെ അപേക്ഷിച്ച് കേരളത്തിലെ എൻഫോഴ്സ്മെൻറ്റ് എത്രമാത്രം മുന്നോട്ട് പോയിട്ടുണ്ടെന്നതിൻ്റെ കണക്കാണ് ഞാൻ നേരത്തെ വായിച്ചത്. അപ്പോൾ ലഹരി ഉപയോഗം കേരളത്തേക്കാൾ കൂടുതലുള്ള സംസ്ഥാനങ്ങളിലേക്കാൾ എത്രയോ ഇരട്ടി കേസുകൾ റിപ്പോർട്ട് ചെയ്യുന്ന കാര്യത്തിലും അതിൻ്റെ കൺവിക്ഷൻ റേറ്റിൻ്റെ കാര്യത്തിലും മറ്റ് ശിക്ഷാ നിരക്കിൻ്റെ കാര്യത്തിലൊക്കെ കേരളത്തിൽ കൂടുതൽ തന്നെയാണ്. പിന്നെ അത് മതിയോ എന്ന് ചോദിച്ചാൽ അത് മതിയോ എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ പറയുന്നത്. അത് തീരെ ഇല്ല എന്ന നിലത്തേക്ക് നമുക്ക് ചർച്ച കൊണ്ടുപോകാൻ വേണ്ടി കഴിയില്ല. പിന്നെ ഉദ്യോഗസ്ഥലത്തുണ്ടാകുന്ന വീഴ്ചകൾ സംബന്ധിച്ചും ഗൗരവമായി ഇടപെടൽ നടത്തേണ്ടത് തന്നെയാണ്. നേരത്തെ ഷൈൻ ടോം ചാക്കോ 2015 പ്രതിയായിട്ടുള്ള ഒരു കേസ്, അത് ആ കാലത്ത് അന്വേഷിച്ച പോലീസ് അധികൃതരുടെ വീഴ്ച അതിനകത്തുണ്ടായിട്ടുണ്ട്. നേരത്തെ കോടതിയെ ചൂണ്ടിക്കാണിച്ച്, വിചാരണ കോടതി ചൂണ്ടിക്കാണിച്ച വീഴ്ചകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു കാര്യം യൂറിൻ സാമ്പിളാണ് പരിശോധിക്കേണ്ടത്. പക്ഷേ അവിടെ പരിശോധിച്ചത് രക്തസാമ്പിളാണ്. അപ്പോൾ രക്തം പരിശോധിക്കുന്നു, മൂത്രം പരിശോധിക്കണമെങ്കിൽ രക്തം പരിശോധിച്ചാൽ ആളെ കിട്ടില്ലല്ലോ. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള ഗുരുതരമായ വീഴ്ചകൾ നേരത്തെ സംഭവിച്ചിട്ടുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ മുൻ അനുഭവത്തിൻ്റെ വെളിച്ചത്തിൽ ഇപ്പോൾ ഉള്ള ഗവൺമെൻറ് അതിനെയൊക്കെ കണ്ടുകൊണ്ടാണ് ശക്തമായ നടപടികൾ സ്വീകരിച്ച് മുന്നോട്ട് പോകുന്നത്. അതുകൊണ്ട് വീഴ്ചകളൊന്നും ഉണ്ടായിട്ടില്ല എന്ന് പറയാൻ കഴിയില്ല. ആ വീഴ്ചകളെല്ലാം മനസ്സിലാക്കിക്കൊണ്ട് പഴുതടച്ചുള്ള ഇടപെടലാണ് നടത്തേണ്ടത്. ഒരു കാര്യം അത്. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, യൂത്തിനെ നമുക്ക് എങ്ങനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയും എന്നാണ് ഒരു കാര്യം. അത് യുവജന സംഘടനകൾ എന്ന നിലയിൽ ഇടപെടൽ ശക്തമായി നടത്തേണ്ടതുണ്ട്. വിദ്യാർത്ഥി സംഘടന നടത്തേണ്ടതുണ്ട്. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യം, അതുമായി ബന്ധപ്പെട്ട് ഒരുപാട് ചർച്ചകൾ നടന്നുകൊണ്ടിരിക്കുന്ന സമയമാണല്ലോ. ഇപ്പോൾ വിദ്യാർത്ഥികളുടെ സംഘടനാ സ്വാതന്ത്ര്യമൊക്കെ സംഘടനാ സ്വാതന്ത്ര്യമാണ് ഏറ്റവും പ്രധാനപ്പെട്ട സാമൂഹ്യ പ്രശ്നം എന്ന് ചർച്ച ചെയ്ത കുറേ ചാനലുകളൊക്കെ നമ്മുടെ നാട്ടിലുണ്ടായിരുന്നല്ലോ. ഇപ്പം എന്തായ അവസ്ഥ? വിദ്യാർത്ഥി സംഘടനകൾ പറയാൻ പറ്റുമോ എന്നുള്ള കാര്യത്തിൽ സംശയമുണ്ട് സാർ. കാരണം എന്ന് വെച്ചാൽ വിദ്യാർത്ഥി സംഘടനകൾ ഉള്ളിടത്തും ഈ പ്രശ്നങ്ങളുണ്ട്. ഇപ്പൊ കളമശ്ശേരി പോളിടെക്നിക്കിന്റെ കാര്യം എടുത്തു കഴിഞ്ഞാൽ 2 വിദ്യാർത്ഥി സംഘടനകളിൽപ്പെട്ട ആളുകൾ ഉണ്ടായിരുന്നു. അവിടെ പ്രതിയായ ഒരു കുട്ടിയെ കുറിച്ച് SFIയുടെ ഏരിയ സെക്രട്ടറി വന്ന് പറഞ്ഞ്, കണ്ടോ ഒരു സിഗരറ്റ് പോലും വലിക്കാത്ത കുട്ടി എന്നൊക്കെ പറയുന്നത് നമ്മൾ കേട്ടിട്ടുണ്ട്. അഭിലാഷ്, അത് ഞാൻ പറയുന്നത് വിദ്യാർത്ഥി സംഘടനകളുടെ സ്വാധീനം കേരളത്തിലെ ക്യാമ്പസിൽ നിന്ന്, കേരളത്തിലെ സ്കൂളുകളിൽ നിന്നൊക്കെ അപ്രത്യക്ഷമായതിൻ്റെ കെടുതി കൂടി ഇതിനകത്തുണ്ട്. അപ്പോൾ ഇപ്പോൾ ഉള്ള വിദ്യാർത്ഥി സംഘടനയിൽപ്പെട്ട ആളുകളൊന്നും ഇതിൻ്റെ ഭാഗമല്ലെന്ന് ഞാൻ പറയുന്നില്ല. പക്ഷേ ഒറ്റപ്പെട്ടൊരു സംഭവത്തെ മുൻനിർത്തിയിട്ട് ആകെ ഇവരാണ് കുഴപ്പക്കാരെന്ന് വരുത്തിയെടുക്കാൻ വേണ്ടി കഴിയില്ല. അപ്പോൾ നേരത്തെ സ്കൂളുകളിൽ, ഹയർ സെക്കൻഡറികളൊക്കെ ശക്തമായ ഒരു സാന്നിധ്യമായിട്ട് വിദ്യാർത്ഥി സംഘടനകൾ ഉണ്ടായിരുന്നു. ഇപ്പോൾ അവിടെ അതില്ലാത്തതിൻ്റെ ഭാഗമായിട്ട് ഗ്യാങ് വാറുകളാണ് നടക്കുന്നത്. ഇപ്പം മിക്കവാറും +2 എനിക്ക് തോന്നുന്നു ഇപ്പോൾ ഈ കഴിഞ്ഞ വെക്കേഷൻ തുടങ്ങുന്ന ഘട്ടത്തിൽ പരീക്ഷയുടെ അവസാന ദിവസം മിക്ക സ്കൂളുകളിലും പോലീസ് കാവലാണ്. നേരത്തെ അങ്ങനെ ഒരു സംഗതി ഉണ്ടായിരുന്നില്ല. അപ്പോൾ അതിൻ്റെതായ ഒരു പ്രശ്നങ്ങൾ അവിടെ രൂപപ്പെട്ടിട്ടുണ്ട്. ഞാൻ പറഞ്ഞ വിദ്യാർത്ഥി സംഘടന അഭാവം മാത്രമാണെന്നില്ല, അതും ഒരു പ്രശ്നമാണ്. അതുകൊണ്ട് വിദ്യാർത്ഥികളെ കൂടുതൽ പൊളിറ്റിക്കലൈസ് ചെയ്യുക, വിദ്യാർത്ഥി സംഘടന ഭാഗമായി നിൽക്കുന്ന ഏതെങ്കിലും ഒരാൾ തെറ്റ് ചെയ്തെന്നുള്ളതുകൊണ്ട് വിദ്യാർത്ഥി സംഘടന ആണ് എന്ന് നിലയ്ക്ക് കൊണ്ടുപോകാൻ കഴിയില്ലല്ലോ. അപ്പോൾ വിദ്യാർത്ഥി സംഘടനയുടെ സാന്നിധ്യം ക്യാമ്പസിൽ, സ്കൂളിൽ സജീവമായി ഉണ്ടായിക്കഴിഞ്ഞാൽ ഒരു മൂല്യബോധം അവിടെ ഉണ്ടാക്കാൻ വേണ്ടി കഴിയും. അതിനെ ശക്തിപ്പെടുത്താൻ ആവശ്യമായ നിലയിലുള്ള ഇടപെടൽ നടത്തണം, ഒന്നാമത്തെ കാര്യം. മറ്റൊന്ന്, കായിക മേഖലയിൽ ഇവരുടെ ലഹരിയെ വഴിതിരിച്ചു വിടാൻ വേണ്ടി കഴിയണം. ഇപ്പം ഞങ്ങളിപ്പോൾ DYFI സംസ്ഥാന വ്യാപകമായി ലഹരിയാവാം കളിയിടങ്ങളോട് എന്നൊരു ക്യാമ്പയിൻ തുടങ്ങിയിരിക്കുകയാണ്. അപ്പം ആയിരക്കണക്കിന് കേന്ദ്രങ്ങളിൽ വിവിധങ്ങളായ ടൂർണമെൻറ്റുകളും ആയിരക്കണക്കിന് ആളുകൾ പങ്കാളികളായിട്ടുള്ള കളി വീക്ഷിക്കുന്ന നിരവധി കാര്യങ്ങൾ ഞങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പം ഇങ്ങനെയുള്ള നിലയിൽ ക്യാമ്പയിൻ കൂടുതൽ ശക്തിപ്പെടുത്തുക. പിന്നെ ഇതിൻ്റെ ഭാഗമായിട്ടുണ്ടായിട്ടുള്ള ഒരുപാട് ദുരനുഭവങ്ങളുണ്ട്. ആ അനുഭവങ്ങളെല്ലാം കുട്ടികളെ ചെറുപ്പത്തിൽ തന്നെ പഠിപ്പിക്കാൻ പാകത്തിൽ അവരുടെ സിലബസിനകത്ത് ഉൾപ്പെടെ ഇടപെടൽ നടത്തിക്കൊണ്ട് ഒരു ജനകീയമായിട്ടുള്ള ശക്തമായ ഇടപെടൽ കൂടി മാത്രമേ ഇതിനെ കൈകാര്യം ചെയ്യാൻ വേണ്ടി കഴിയൂ. അതുകൊണ്ട് ഏതെങ്കിലും എൻഫോഴ്സ്മെൻറ്റ് കൊണ്ട് മാത്രം ഈ പ്രശ്നങ്ങൾ പരിഹരിക്കാമെന്നത് എനിക്ക് തോന്നുന്നേയില്ല. എൻഫോഴ്സ്മെൻറ്റ് ശക്തമായി വേണം. ഇപ്പോൾ ഉള്ളതിനേക്കാൾ ഇരട്ടി അല്ലെങ്കിൽ ഒരു 100 ഇരട്ടിയോ എൻഫോഴ്സ്മെൻറ്റ് ആവട്ടെ, അതിലൊന്നും അഭിപ്രായ വ്യത്യാസങ്ങളില്ല. പക്ഷേ ഇതിനകത്ത് മറ്റ് തലത്തിലുള്ള ഇടപെടൽ കൂടി ശക്തമാണ്. മാധ്യമങ്ങൾ എന്ന നിലയിൽ നിങ്ങൾക്കും അതിനകത്ത് ഒരുപാട് പങ്കുവയ്ക്കാൻ വേണ്ടി കഴിയും. സ്വാഭാവികമായിട്ട് നിങ്ങളും ആ നിലയിൽ പങ്കുവയ്ക്കുന്നുണ്ട്. സിനിമാ മേഖലയാണ് ഏറ്റവും വലിയ ഇൻഫ്ലുവൻസർമാരുള്ളത്. ആ സിനിമാ മേഖല ഇൻഫ്ലുവൻസർമാർ രംഗത്ത് തെരുവിലിറങ്ങേണ്ട സമയം അതിക്രമിച്ചിരിക്കുന്നു. മറ്റൊരു പ്രധാനപ്പെട്ട കാര്യം, ഈ സിനിമയിൽ കൂടി തന്നെ ഈ വയലൻസ്, ഇതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങളെ വളരെ നോർമലായി കൊണ്ടുപോവുകയാണ്. വയലൻസിനെ ആഘോഷിക്കുന്നൊരു തലമുറയാണ് ഇപ്പോൾ സൃഷ്ടിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ മലയാളത്തിൽ പോലും ഇറങ്ങിക്കൊണ്ടിരിക്കുന്ന സിനിമകൾ, 100 കോടി ക്ലബിലേക്ക് കടക്കുന്ന സിനിമകൾ
കടുത്ത വയലൻസ് ആണ് പ്രോത്സാഹിപ്പിച്ചത്. ഇനി മലയാളത്തിൽ ഈ വയലൻസ് സിനിമ ഇല്ലെങ്കിൽ ഇതൊക്കെ നടക്കുമെന്ന് ചോദിച്ചാൽ നടക്കുമായിരിക്കും. കാരണം ഞാൻ നേരത്തെ ഇവിടെ ഈ ചർച്ചയിൽ ഇപ്പോൾ ലോകമേ തറവാടാണ്. ഇപ്പോൾ കയ്യിലുള്ള മൊബൈൽ കൂടി ലോകം മൊത്തം നമുക്ക് എടുക്കാൻ വേണ്ടി കഴിയും. മിക്കവാറും നമ്മുടെ കുട്ടികളൊക്കെ കാണുന്ന കണ്ടന്റുകൾ വീഡിയോ കണ്ടന്റ് എന്ന് പറഞ്ഞാൽ കൊറിയൻ സീരീസും അതുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ചൊക്കെയാണ്. അപ്പോൾ പലതരത്തിലുള്ള കണ്ടന്റുകൾ ഇങ്ങോട്ട് വരുന്നുണ്ട്. പക്ഷേ മലയാളത്തിൽ പോലും ഇങ്ങനെയുള്ള കണ്ടന്റുകൾ വർദ്ധിക്കുന്നു എന്നത് മലയാളി സമൂഹം തന്നെ ഇതിന്റെ ഭാഗമായി പൊരുത്തപ്പെട്ടു പോകുന്നു എന്നതിന്റെ സൂചനയാണ്. ഇതെല്ലാം ഒരു സൂചനയാണ്. അപ്പോൾ ഇതിനെ മറികടക്കാൻ എല്ലാ വിഭാഗം ആളുകളും ഒരുമിച്ച് നിന്ന് ശക്തമായി ജനകീയ യുദ്ധത്തിന്റെ ഭാഗമാവുക എന്നല്ലാതെ മറ്റ് പോംവഴിയൊന്നും ഇതിനില്ല. തീർച്ചയായും അത് പ്രധാനപ്പെട്ട പോയിന്റാണ്. വയലൻസിനെ, ലൈംഗിക അതിക്രമത്തെ, ഭാഷയിലെ മോശം പ്രയോഗങ്ങളെ, സ്ത്രീ വിരുദ്ധതയൊക്കെ നോർമലൈസ് ചെയ്യുന്ന വിധത്തിലേക്ക്, അത് കേരളത്തിന്റെ മാത്രം വിഷയമല്ല, ലോകവ്യാപകമായി അങ്ങനെയാണ്. ഇപ്പോൾ അഡോളസെൻസ് എന്നൊരു സീരീസ് ഉണ്ട് നെറ്റ്ഫ്ലിക്സിൽ. നമ്മൾ വേണമെങ്കിൽ ഒരു ടെസ്റ്റ് കേസ് ആയിട്ട് എടുക്കാം. അപ്പോൾ ഇത് ലോകവ്യാപകമായിട്ടുള്ളൊരു പ്രശ്നമാണ്. അത് ഗൗരവത്തോടു കൂടി അഭിസംബോധന ചെയ്യേണ്ട വിഷയമാണ്. അതിൽ ഓരോരുത്തർക്കും മാധ്യമങ്ങൾക്കടക്കം പങ്കുമുണ്ട്.